ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹപൂർവ്വം വചനാമൃതത്തിലേക്ക് സ്വാഗതം. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നന്ദിൻ്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 6-ാമത്തെ ഞായറാഴ്ച. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. വളരെ സുദീർഘമായ ഒരു സുവിശേഷ ഭാഗം. ഈ സുവിശേഷത്തിൽ കിടക്കാമെങ്കിൽ ഒരു കുരുടനെയാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. ജന്മന കുരുടനായി ജനിച്ച ഒരു മനുഷ്യൻ. അവൻ യേശു സന്നിധാനത്തിലേക്ക് വരുന്നു. യേശു അവന് സൗഖ്യം കൊടുക്കുന്നു. അതിൻ്റെ പേരിലുണ്ടാകുന്ന വാദപ്രതിവാദങ്ങളും ന്യായവാദങ്ങളുമൊക്കെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട്, ഈ കുരുടനായി ജനിക്കുവാൻ ആരാണ് കാരണക്കാർ? ഇതാണ് ആളുകൾ യേശുവിനോട് ചോദിക്കുന്നത്. ഇവൻ്റെ മാതാപിതാക്കളാണോ, അല്ലെങ്കിൽ ഇവൻ്റെ പൂർവികന്മാരാണോ, അതോ ഇവനാണോ? കർത്താവ് അതിന് ഉത്തരം കൊടുക്കും. ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ ആരുമല്ല ഇവൻ കുരുടനായി ജനിക്കുവാൻ. ഇവനിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുവാൻ വേണ്ടിയാണ് അവൻ കുരുടനായി ജനിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട്. പലപ്പോഴും പൂർവികന്മാർ ചെയ്ത തെറ്റിൻ്റെയൊക്കെ ഫലം അനന്തരമായിട്ട് അനന്തരാവകാശികൾക്കായിട്ട് അത് ലഭ്യമാകുമെന്ന് കർത്താവ് വളരെ അസന്നിഗ്ധമായി പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊന്നും അത് നമ്മുടെ പൂർവികരുടെ പ്രവർത്തികൾ വഴി ഉണ്ടാകുന്നതല്ല, മറിച്ച് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ഉണ്ടാകുന്നതുമല്ല. ദൈവം നമ്മുടെ മുൻപിൽ പ്രസാദിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മുന്നിൽ പ്രകടമാകുവാനും ദൈവം നമുക്ക് നൽകുന്ന സന്ദർഭങ്ങളാണ്. നാം ദൈവത്തെക്കുറിച്ച് അറിയുവാൻ, നാം ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുവാൻ. നമുക്ക് രോഗം വരുന്നുവെങ്കിൽ, നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരുന്നുവെങ്കിൽ, യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ തായ്തണ്ണോട് ഒടിച്ചേർന്ന ശാഖ ചിലതവൻ വെട്ടി ഒരുക്കുവാൻ വേണ്ടിയാണ്, കൂടുതൽ ഫലം നൽകുവാൻ വേണ്ടിയാണ്. ചിലതവൻ വെട്ടിക്കളയും, അത് കേടുകൂടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഫലം നൽകാത്തത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പം നമ്മുടെ ആരുടെയും ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ പൂർവികന്മാരൊന്നുമില്ല ഉത്തരവാദിത്വം. ദൈവമഹത്വം പ്രകടമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നാം ദൈവത്തെക്കുറിച്ച് മഹത്വപ്പെടുത്തണം, ദൈവത്തിനുള്ളിൽ നന്ദി പറയണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. രണ്ടാമതായിട്ട് നാം കാണുന്നത് ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു വളർച്ചയാണ്. ഈ ചെറുപ്പക്കാരൻ കർത്താവിന് അടുക്കൽ വന്നു. കർത്താവ് അവനെ അടുക്കൽ വിളിച്ചു, ചേറുണ്ടാക്കി, അവൻ്റെ കണ്ണിൽ പുരട്ടി, അവനോട് കൊണ്ടുപോയി കഴുകാൻ പറഞ്ഞു. ശിലോഹ കുളത്തിൽ അവൻ കൊണ്ടുപോയി കഴുകി. അവൻ പൂർണ്ണ സുഖം പ്രാപിച്ചു. അതൊരു സാബത്ത് ദിവസമായിരുന്നുകൊണ്ട് യഹൂദന്മാർക്ക് വലിയ പ്രശ്നമായി. അവനവനെ വിളിച്ച് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? നിനക്കെങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? അവൻ പറയുന്നത്, ഒന്നാമത്തെ വാക്ക്, യേശു എന്നൊരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, അവനോട് കഴുകാൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടി. അതെ, അവൻ്റെ അറിവിൽ യേശു എന്നൊരു മനുഷ്യൻ മാത്രമാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറയുകയാണ്, അവൻ ഒരു പ്രവാചകനാണെന്ന് എനിക്ക് തോന്നുന്നു. യേശു എന്ന മനുഷ്യനിലേക്കും ഒരു മാറ്റം, ഒരു പ്രവാചകനായിട്ട് യേശുവിനെ കാണുവാനായിട്ട് അവന് സാധിക്കുകയാണ്. വീണ്ടും ഈ യഹൂദന്മാർ അവനെ ചോദ്യങ്ങൾ ചെയ്യും, അവൻ്റെ മാതാപിതാക്കളെ ചോദ്യങ്ങൾ ചെയ്യും. മാതാപിതാക്കൾ രക്ഷപ്പെടാൻ വേണ്ടി പറയും, അവന് പ്രായമായല്ലോ, അവനോട് ചോദിക്കുക. കാരണം യഹൂദന്മാരുടെയിൽ യേശുവിനെ ആരെങ്കിലും അംഗീകരിച്ചാൽ, യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ വിശ്വസിച്ചാൽ അവനെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുവാൻ അവർ നിശ്ചയിച്ചിരുന്നു. അവർ സമുദായത്തിൽ നിന്ന് പുറത്താകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവർ പറഞ്ഞു, അവന് പ്രായമായല്ലോ, അവനോട് ചോദിച്ച്. വീണ്ടും അവനോട് ചോദിക്കും. അവർ ചോദിക്കും, നിങ്ങൾക്കും അവൻ്റെ ശിഷ്യനാകണമോ? അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ. അതെ, അവനവൻ്റെ ശിഷ്യൻ തന്നെ ആകാൻ ആഗ്രഹിച്ചവനാണ്. അവനവരെ പുറത്താക്കി, സമുദായത്തിൽ നിന്ന് പുറത്താക്കി, സഭയിൽ നിന്ന് പുറത്താക്കി. അവൻ യേശുവിൻ്റെ സന്നിധാനത്തിലാണ് ചെന്ന് പെട്ടത്. യേശുവിനോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ കർത്താവായ യേശുവിൽ, രക്ഷകനിൽ? ഉടനെ അവൻ പറയും, ദയനീയമായ പറച്ചിൽ അവൻ പറയുന്നത്, അവൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. യേശുവിനോട് പറയും, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് ഈ സംസാരിക്കുന്ന ഞാനാണ് അവൻ. അവൻ യേശുവിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു എന്ന മനുഷ്യനിൽ നിന്നും ഒരു പ്രവാചകനിലേക്കും, പ്രവാചകനിൽ നിന്നും കർത്താവായ രക്ഷകനിലേക്കും കടന്നു ചെല്ലുവാൻ ആ മനുഷ്യന് സാധിച്ചു. നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ വിശ്വാസം അനുദിനം വളരുന്നുണ്ടോ? എനിക്ക് പറയാൻ സാധിക്കുമോ, യേശുവല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ രക്ഷകനില്ല? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എനിക്ക് പറയാൻ സാധിക്കുമോ, ആർക്കെന്നെ ദൈവസ്നേഹത്തിന് അകറ്റാൻ കഴിയും? ദുഃഖത്തിനോ, വാളിനോ, ദാരിദ്ര്യത്തിനോ, പട്ടിണിക്കോ, ഈ ലോകത്തിലെ ഒന്നിനും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കത്തില്ല. പറയാൻ സാധിക്കുമോ, എൻ്റെ ഭൗതിക നഷ്ടങ്ങൾ, എൻ്റെ ലൗകികമായ നഷ്ടങ്ങൾ എന്നെ യേശുവിൽ നിന്ന് അകറ്റുന്നുണ്ടോ?
ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പള്ളിയിൽ നിന്ന് അകലുവാനായിട്ട്, പട്ടത്തത്തിൽ നിന്ന് അകലുവാനായിട്ട്, സഭയിൽ നിന്ന് അകലുവാനായിട്ട് ഒക്കെ ശ്രമിക്കുന്ന നമ്മൾ എത്രയോ പേരുണ്ട്. സഭ വിട്ട് അന്യമതസ്ഥ സഭയിലേക്കൊക്കെ പോകുവാൻ താല്പര്യം കാണിക്കുന്ന നമ്മൾ എത്ര പേരുണ്ട്. നാം വിശ്വസിക്കുന്നത് ഒരു വെറും വ്യക്തിയിലല്ല, സർവസാക്ഷാൽ സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്നവനല്ല. അവൻ നമുക്കെപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ താങ്ങും തണലുമാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും. അവൻ എനിക്ക് മതിയായവൻ എന്ന് പറയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയണം. മൂന്നാമതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ആത്മീകമായ അന്ധതയാണ്. യേശുവിനെ അറിയേണ്ടവർ, യേശുവിനെ കേൾക്കേണ്ടവർ, യേശുവിനെ വിശ്വസിക്കേണ്ടവർ, യേശുവിനെ സ്നേഹിക്കേണ്ടവർ, യേശുവിനെ മറ്റുള്ള കാണിച്ചു കൊടുക്കേണ്ടവരാണ് യഹൂദന്മാരും പുരോഹിതന്മാരും സിനഗോഗിലെ അംഗങ്ങളുമൊക്കെ. പക്ഷേ അവർക്കൊരു ആത്മീയ അന്ധതയുണ്ടായി. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, അവൻ തൻ്റെ സ്വന്തക്കാരുടെ അടുക്കിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ അറിഞ്ഞില്ല. ആരും അവനെ അറിഞ്ഞില്ല. അവനെ അറിയേണ്ടവരാരും അവനെ അറിഞ്ഞില്ല. പുരോഹിതന്മാരവനെ അറിഞ്ഞില്ല, സദൂക്കായരവനെ അറിഞ്ഞില്ല, പരീശന്മാരവനെ അറിഞ്ഞില്ല. വെറും കുറേ പാവങ്ങൾ മാത്രമാണ് അവനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത്. അവരറിയുവാനായിട്ട് ആഗ്രഹിച്ചുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാത്മീയ അന്ധത, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. യഥാർത്ഥത്തിൽ യേശു എന്ന രക്ഷകനെ കാണുവാൻ, ദൈവത്തിൻ്റെ പുത്രനെ കാണുവാൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ വിശ്വസിക്കുന്ന എന്ന പ്രവചനം കേൾക്കുവാൻ അവർക്കാർക്കും സാധിച്ചില്ല. അവരുടെ വചനങ്ങളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് വരുവാനിരിക്കുന്നവനെക്കുറിച്ച്. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവനെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവർക്കൊരു ആത്മീയ അന്ധതയുണ്ടായിരുന്നു. അവർ ഈ ലോകത്തിൻ്റെ മനുഷ്യരായിരുന്നു. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അന്ധത പലപ്പോഴും നമുക്കും സംഭവിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഒരു നിഷ്കളങ്കമായ കുഞ്ഞിനെ പോലെ നമുക്ക് യേശു ക്രിസ്തു വിശ്വസിക്കുവാൻ സാധിക്കണം. നമ്മൾ പറയാറുണ്ട് സിമ്പിൾ ഫെയ്ത്ത്. വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത പാവപ്പെട്ട അമ്മച്ചിമാരുടെ വിശ്വാസം. അതെ, ദൈവം പറഞ്ഞു, അത് കേൾക്കുവാനുള്ള ഉത്തരവാദിത്വം. നമ്മുടെ ബുദ്ധിക്ക് ഒരിക്കലും സ്ഥാനം കൊടുക്കരുത്. ചോദ്യം ചോദിക്കരുത്. വാട്ട് ഈസ് ഇറ്റ്, വൈ ഈസ് ഇറ്റ്, വെൻ ഈസ് ഇറ്റ്, ഹൗ ഈസ് ഇറ്റ്. ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് ദൈവികമായൊരു ഉത്തരം ലഭിക്കത്തില്ല. മറിച്ച് ഹൃദയത്തിൽ അന്ധമായി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അവൻ പറഞ്ഞു അതുകൊണ്ട് ഞാനിത്, അവൻ കൽപ്പിച്ചു അതുകൊണ്ട് ഞാനിത് പ്രവർത്തിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഈ കുരുടനായ മനുഷ്യൻ ലോകം കണ്ടിട്ടുള്ളവനല്ല. അവൻ ജനിച്ചപ്പോഴേ അന്ധനാണ്. അവൻ ഈ ലോകത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. യേശു അവൻ ചെയ്തു കൊടുത്ത നന്മയെ അവൻ തിരിച്ചറിയുകയാണ്. യേശു എന്ന പ്രവാചകനെയും യേശു എന്ന രക്ഷകനെയും അവൻ തിരിച്ചറിഞ്ഞതുപോലെ ലോകത്തിൽ, ജീവിതത്തിൽ എപ്പോഴും ഈ രക്ഷകനെ തിരിച്ചറിയുവാനും ആ രക്ഷകൻ്റെ പാദത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ജീവിതത്തിലൊന്നും ഈ രക്ഷകളിൽ നിന്നും അകന്നു പോകുവാനോ അകറ്റപ്പെടുവാനോ ഇടവരാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി നാം കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്കും കുരിശിലേക്കും പ്രവേശിക്കുവാൻ പോവുകയാണ്. ആ കുരിശിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള കൃപ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും ഇതിനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും തന്ന് നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമീൻ.